നമസ്കാരം. പൊന്നു സഖി എന്തിനാ പിണക്കം എന്നോടേതിനാ, അല്ല പൊന്നെ കൽബ് വേദന. എന്റെ പൊന്നെ ഇതാരായി വരുന്നേ? എന്തിനാ ഈ വയ്യാത്ത പട്ടി കയ്യാല കയറാൻ നടക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ വയ്യാത്ത പട്ടി ഇതൊക്കെ കണ്ടോ? ഇതെല്ലാം കൂടെ വാരിയിട്ടിട്ട് കണ്ട തുണിയൊക്കെ പൊക്കി പിടിച്ചോണ്ട് ആരായി നടന്നു വരുന്നത്? നമ്മുടെ ജാസിത്താത്ത അല്ലേ അത്? ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, അപ്പോൾ ഞാനിന്ന് നമ്മുടെ ജാസിത്താത്തയുടെ സോഷ്യൽ മീഡിയ വഴി ഒന്ന് കറങ്ങി നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് വീഡിയോകൾ എൻ്റെ കണ്ണിപ്പെട്ടു. അതൊന്ന് പങ്കുവെക്കാന്ന് ഞാൻ വിചാരിച്ചു. ആരംഭിക്കാൻ ടീഷർട്ടും പാന്റും ഇട്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് ജാസി മറ്റൊരു പെൺവേഷത്തിൽ ഇരിക്കാത്തതെന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെയാണ് ആളുകൾക്ക് സംശയങ്ങൾ വീണ്ടും വീണ്ടും ജാസിയിലേക്ക് വരുന്നത്. അത്തരം ഡ്രസ്സിംഗ് രീതിയിലേക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അത് ബുദ്ധിമുട്ടാവുന്നു നോക്കിയിട്ടാണോ? അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. ഒരു സ്ത്രീയായി നടക്കുമ്പോൾ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലേ സ്ത്രീയായിട്ട് നടക്കുന്ന സമയത്ത്? ഇതാകുമ്പോൾ നമുക്ക് ഏതൊക്കെ പാതിരാത്രി എവിടെയും ഇറങ്ങി നടക്കാമല്ലോ. സത്യം പറഞ്ഞാൽ എന്റെ താടിയെ ഞാൻ ഒരു കവചം പോലെ വെച്ചിരിക്കുകയാണ്. ഈ താടിയിലാണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങി ഞാൻ എന്തൊക്കെ കേൾക്കേണ്ടി വരും, നാട്ടിൽ എങ്ങനെയൊക്കെ എനിക്ക് നടക്കാൻ പറ്റും. താടിയാകുമ്പോ പിന്നെ അങ്ങനെ ആരും അങ്ങ് ഇക്കാണ് ജാസിക്ക. ആ ജാസിക്കായിൽ നിന്നും 2026 വന്നപ്പോ എന്തായി കണ്ടു നോക്ക്. ഹലോ, ജാസിയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലും അടിപൊളിയായിട്ടുള്ള വർഷം ആവട്ടെ. കഴിഞ്ഞ 2025 എന്ന വർഷം എൻ്റെ ലൈഫിൽ വലിയ തീരുമാനങ്ങൾ എടുത്തൊരു വർഷമായിരുന്നു. എൻ്റെ മനസ്സ് പോലെ തന്നെ എൻ്റെ ശരീരത്തെ പാകപ്പെടുത്താൻ പറ്റിയ ഒരു വർഷം തന്നെയായിരുന്നു. അത് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അതുപോലെ ഈ വർഷത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ലൻ റെമഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ വീട്ടിലൊക്കെ പ്ലാവ് ഉണ്ടോ? ഈ പ്ലാവിലുള്ള പഴുത്ത പ്ലാവിൻ്റെ ഇല ഇതേപോലെ വെള്ളത്തിലിടുക, എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഈ തിളപ്പിച്ചിട്ട് ഈ വെള്ളം കുടിക്കുന്നത് മൂലം നമുക്ക് കൊടവയറ് കുറയും, ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ പ്രഷർ, ഷുഗർ ഇതൊക്കെ നല്ലതാണ്. ഞാനൊരു വീഡിയോ കണ്ടതാണ്, അന്ന് മുതൽ ഞാൻ ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. നുറുങ്ങ് വിദ്യകളാണ് അതൊക്കെ. എല്ലാവരും ഒപ്പിയെടുത്തോ. അത് അറിവ് ആരിൽ നിന്ന് നമുക്ക് നേടാം, അതിനൊരു കുഴപ്പമില്ല. അപ്പോൾ ബാക്കി ഇവിടെ കാണാം കേട്ടോ. പിന്നെ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ന്യൂ ഇയർ സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയുന്നത് ആഷിയുടെ ഇഷ്ടപ്പെട്ട ലഞ്ചാണ്. ആഷി പറഞ്ഞു ഇന്ന് അത് ഉണ്ടാക്കിയാൽ മതിയെന്ന്. എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നെയ്ച്ചോറും പരിപ്പ് കറിയും ചിക്കൻ വറുത്തതും ഒക്കെയാണ് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ന്യൂ ഇയർ ആയിട്ട് എന്താണ് സ്പെഷ്യൽ എന്നുള്ളത് എഴുതാൻ മറക്കരുത്. അതേപോലെ നല്ല അടിപൊളി ആവി പറക്കുന്ന നെയ്ച്ചോറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നെയ്ച്ചോറ് ഇഷ്ടമാണോ? അപ്പോൾ ഇതാ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ബിബു ഉണ്ട്, അതേപോലെ രാവണനുണ്ട്. അവർ ഫോർട്ട് കൊച്ചി കാർണിവൽ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ്. നിങ്ങൾ ലഞ്ച് കഴിച്ചെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. 2026 നമുക്ക് എല്ലാവർക്കും ജാസി ഇത്ത എന്തോ ഇത് ചെയ്തേപ്പോണ്ട്, എന്തോ ഇത് വിഷയം ചെയ്തേപ്പോണ്ട്. പോരാതെ പ്ലാവല ഇട്ട് വെള്ളം കുടിക്കുന്ന ഒരു നുറുങ്ങ് വിദ്യ നമുക്ക് പറഞ്ഞു തന്നപ്പോണ്ട്. ഇതൊക്കെ ബോണസാണ്. അപ്പം അതിന് താങ്ക് യു ജാസി ഇത്താക്ക, അങ്ങനെ വിളിക്കാം. വേറൊരു വീഡിയോ ഇടും. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ജാസിക്ക് നന്ദി അറിയിക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ജാസിയുടെ അഭിനയം ഒരു വീഡിയോ ഞാൻ കണ്ടു. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത അഭിനയം കേട്ടോ. ഇത്രയും കണ്ടല്ലേ, ബാക്കിയൂടെ കാണാനില്ല, ഇച്ചിരി കൂടെ കാണാം. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് അവരുടെ ചാനലിൽ പോയി ഈ അഭിനയമൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തേക്ക് നമുക്കുള്ള കണ്ടന്റ് എന്ന ജാസിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് തരിക. വേറൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്